ഈ പ്രപഞ്ചം, നാം കാണുന്ന ഈ അനന്തമായ ആകാശം, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, നാം ജീവിക്കുന്ന ഈ ഭൂമി, ഇവയെല്ലാം എങ്ങനെയുണ്ടായി? ഇത് വെറുമൊരു യാദൃശ്ചികതയാണോ? അതോ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിർമ്മിക്കപ്പെട്ടതാണ്? ഒരു വശത്ത് ആധുനിക ശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നു, എല്ലാം തുടങ്ങിയത് ഒരു വലിയ സ്ഫോടനത്തിലൂടെയാണ്, ദ ബിഗ് ബാങ്. എന്നാൽ മറുവശത്ത് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗ്രന്ഥമായ ബൈബിൾ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഒരു പോരാട്ടമാണോ ഇത്? അതോ ഒരേ സത്യത്തിൻ്റെ രണ്ടു വശങ്ങളോ? ഇന്ന് നാം പരിശോധിക്കുന്നത് ശാസ്ത്രവും വേദപുസ്തകവും ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് എന്തു പറയുന്നു എന്നാണ്. ബിഗ് ബാങ് തിയറി ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം നൽകുന്ന വിശദീകരണം നമുക്ക് ആദ്യം നോക്കാം. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഒരു ചെറിയ ബിന്ദുവിൽ ഒതുങ്ങിയിരുന്നു. അതിനെ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നു. ഊഹിക്കാവുന്നതിലും അപ്പുറം ചൂടും സാന്ദ്രതയുമുള്ളൊരിടം. അവിടെ നിന്നാണ് എല്ലാം ആരംഭിച്ചത്. ഒരു വലിയ വികാസം, എക്സ്പാൻഷൻ. ആ നിമിഷം മുതൽ സമയവും സ്ഥലവും രൂപപ്പെട്ടു. ആദ്യം വെറും ഊർജമായിരുന്നു, പിന്നീട് പ്രകാശവും ചെറിയ കണികകളും ഉണ്ടായി. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവ ആറ്റങ്ങളായി, നക്ഷത്രങ്ങളായി, ഗാലക്സികളായി മാറി. ഓർക്കുക, ഇതൊരു സാധാരണ ബോംബ് പൊട്ടുന്നത് പോലെയുള്ള സ്ഫോടനമല്ല. പ്രപഞ്ചം ഒരു ബലൂൺ പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഇന്നും ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. പക്ഷേ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്തൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഈ സ്ഫോടനം സംഭവിച്ചു? ഇതിന് മുൻപ് എന്തായി? ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അതിശക്തമായ ഒരു പ്രഖ്യാപനത്തോടുകൂടിയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബൈബിൾ വിവരിക്കുന്നത് ഒരു ശൂന്യതയെക്കുറിച്ചാണ്. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനം മുഴങ്ങുന്നു, പ്രകാശം ഉണ്ടാകട്ടെ. ഉടനെ വെളിച്ചമുണ്ടായി. 6 ഘട്ടങ്ങളിലൂടെയുള്ള ഒരു സൃഷ്ടിപ്പാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. വെളിച്ചം, ആകാശം, ഭൂമി, സസ്യങ്ങൾ, നക്ഷത്രങ്ങൾ, ജീവജാലങ്ങൾ. ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യൻ. ഇതൊരു സയൻസ് ടെക്സ്റ്റ് ബുക്ക് അല്ല, മറിച്ച് ഈ ലോകത്തിന് പിൻപിൽ ഒരു ബുദ്ധി, ഒരു ഇൻ്റലിജൻസ് ഉണ്ടെന്നും എല്ലാം ഒരു ലക്ഷ്യത്തോടെയാണ് നിർമ്മിക്കപ്പെട്ടതെന്നും മനുഷ്യന് നൽകപ്പെട്ട വെളിപ്പെടുത്തലാണിത്. താരതമ്യം, വൈരുദ്ധ്യമോ അതോ സാമ്യമോ? ഇപ്പോൾ പലരും ചോദിക്കും, ഇത് രണ്ടും തമ്മിൽ എങ്ങനെ യോജിച്ചു പോകും? നമുക്ക് സൂക്ഷ്മമായി ഒന്ന് നോക്കാം. തുടക്കം. പണ്ടുകാലത്ത് ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്നാണ്. എന്നാൽ ബിഗ് ബാങ് തിയറി വന്നതോടെ പ്രപഞ്ചത്തിന് ഒരാരംഭമുണ്ട് എന്ന് ശാസ്ത്രം സമ്മതിച്ചു. ബൈബിൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു, ആദിയിൽ. ക്രമം. ബിഗ് ബാങ്ങിൽ ആദ്യം പ്രകാശമാണ് ഉണ്ടായത്. പിന്നെയാണ് മാറ്ററുകൾ അല്ലെങ്കിൽ വസ്തുവകകൾ ഉണ്ടായത്. ബൈബിളിലും ദൈവം ആദ്യം സൃഷ്ടിച്ചത് പ്രകാശത്തെയാണ്. ചോദ്യങ്ങൾ. എവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം? ശാസ്ത്രം ഉത്തരം നൽകുന്നത് എങ്ങനെ
എന്ന ചോദ്യത്തിനാണ്. എന്നാൽ ബൈബിൾ ഉത്തരം തരുന്നത് ആര്, എന്തിന് എന്നീ ചോദ്യങ്ങൾക്കാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കേക്ക് നാം ഉണ്ടാക്കുമ്പോൾ അത് കാണുന്ന ഒരു ശാസ്ത്രജ്ഞന് പറയാം അതെത്ര ഡിഗ്രി ചൂടിൽ ഏത് കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടായതാണ് എന്ന്. പക്ഷേ ആ കേക്ക് ആരുണ്ടാക്കിയെന്നും ആരുടെ ജന്മദിനത്തിനു വേണ്ടി ഉണ്ടാക്കിയെന്നും അറിയാൻ ആ കേക്ക് ഉണ്ടാക്കിയ ആളുടെ വാക്കുകൾ തന്നെ കേൾക്കണം. ശാസ്ത്രം പ്രപഞ്ചത്തിൻ്റെ മെക്കാനിസം വിശദീകരിക്കുമ്പോൾ ബൈബിൾ അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നു. ബുദ്ധിപൂർവമായ ഒരു രൂപകൽപ്പന. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം ഒന്ന് ശ്രദ്ധിക്കും. ഭൂമി സൂര്യനിൽ നിന്ന് അല്പം കൂടി അകലെയായിരുന്നുവെങ്കിൽ നാം തണുത്ത് മരവിച്ചു പോയേനെ. അല്പം കൂടി അടുത്തായിരുന്നെങ്കിൽ നാം കരിഞ്ഞു പോയേനെ. ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി ഇത്ര കൃത്യമല്ലായിരുന്നുവെങ്കിൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുകയില്ല. ഇത്രയും വലിയൊരു പ്രപഞ്ചം ഇത്ര കൃത്യതയോടെ പ്രവർത്തിക്കുന്നത് വെറും ഒരു സ്ഫോടനത്തിൻ്റെ ഫലമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമല്ലേ? ഒരു സ്ഫോടനം സാധാരണയായി നാശമാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇവിടെ അത് അതിമനോഹരമായ ഒരു ക്രമത്തിലേക്കാണ് നയിച്ചത്. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ഇന്റലിജന്റ് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. അവസാനമായി ബിഗ് ബാങ് പ്രപഞ്ചത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് പറയുന്നു. ഇവ രണ്ടും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് ഒരേ സത്യത്തിൻ്റെ രണ്ടു വശങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായത് ഒരു ആക്സിഡന്റ് അല്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചം വികസിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നിങ്ങളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ അത്ഭുത പ്രപഞ്ചത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചേർക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് DNA എന്ന അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കാം. ദൈവത്തിൻ്റെ ഒപ്പ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ. കൂടുതൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.